بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ അംബിയ 36, 37, 38 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. وَإِذَا رَآكَ الَّذِينَ كَفَرُوا, ഇവിടെ റാഇകളെ തഫ്ഖീം ചെയ്യണം. റആക കഫറു, ഈ റാഇകളൊക്കെയും നല്ലപോലെ സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഉച്ചരിക്കണം. വഇദാ റആക, എന്നാൽ റാ ഇല്ലാത്ത മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. റആക എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. റആക എന്ന ഇസ്തിഫാലിൻ്റെ അക്ഷരമായ ഹംസയെ തർക്കീഖ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക. അതുപോലെ മറ്റക്ഷരങ്ങളും വഇദാ റആക അല്ലദീന കഫറു, കഫറു പറയുന്നത് കഫറു, കഫറു അതിലുള്ള വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. وَإِذَا رَآكَ الَّذِينَ كَفَرُوا إِن يَتَّخِذُونَكَ, ഇൻ എന്നതിലെ സക്കത്ത നൂനിനെ ഇത് അംബിഗുന്നഹ് നാഖിസ് നൽകി യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇൻ യത്തഖിദൂനക, ഖാഹ് തഫ്ഖീം ചെയ്യേണ്ട, ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് ഖാഹിനുണ്ടാവുക. യത്തഖിദൂനക ഇല്ലാ ഹുസുവൻ അഹാദല്ലദീ, ഹുസുവൻ അഹാദ, അവിടെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഹുസുവൻ അഹാദ, അഹാദല്ലദീ യദ്കുറു ആലിഹതകും, യദ്കുറു നേരത്തെ സൂചിപ്പിച്ച പോലെ റാഇനെ തടിപ്പിച്ച് ഉച്ചരിക്കുക. ദമ്മുള്ള റാ തഫ്ഖീം ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ആലിഹതകും വഹും, സാക്കിൻ തമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വാവാണ് ശേഷം വന്നത് എന്ന കാരണത്താൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. വഹും ബിദിക്രിർ റഹ്മാൻ, ഇവിടെ സാക്കിൻ തമീമും ശേഷം ബാഉമാണ്. ഇഖ്ഫ ഷഫവി എന്നതാണ് നിയമം. അവ്യക്തമാക്കി മണിക്കുക. വഹും ബിദിക്രിർ റഹ്മാനി, ബിദിക്രിർ റഹ്മാനി ശ്രദ്ധിച്ചുച്ചരിക്കുക. ബിദിക്രി എന്ന് കാഫിൻ്റെ സുക്കൂനിനെ ശബ്ദം ചലിപ്പിച്ച് പറയരുത്, തെറ്റാണ്. ബിദിക്രി മഹ്മൂസായ ഹംസ് നൽകേണ്ട അക്ഷരമാണ് കാഫ്. ബിദിക്രി റഹ്മാനി, ദിക്രി എന്നതിലെ റായിന് തർക്കീഖാണെങ്കിൽ അർ റഹ്മാനി എന്നതിലെ റായിനെ തഫ്ഖീം ചെയ്യണം. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ശദ്ദുള്ള റാ ആയതുകൊണ്ട് അതിന് തെക്രീർ വരാതെ സൂക്ഷിക്കണം. അർ എന്നുള്ള വിറയൽ വരരുത്. ബിദിക്രി റഹ്മാനി ഒറ്റ റാ മാത്രം ഉച്ചരിക്കുക. ഹും കാഫിറൂൻ, ഹും ഇതിലുള്ള സാക്കിൻ തമീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. കാഫിറൂൻ റായിന് മാത്രം തഫ്ഖീം കൊടുക്കുക. അപ്പോൾ ഇതുവരെ തഫ്ഖീമിൻ്റെ ഹർഫുകൾ നാം പ്രത്യേകം എടുത്തു പറഞ്ഞു. റായി മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് ശ്രദ്ധിക്കുക. ഖായിനെ കുറിച്ച് പറഞ്ഞു, കസ്റായ ഖായിന് കുറഞ്ഞ തഫ്ഖീമാണെന്നും മറ്റെല്ലാ ഹർഫുകൾക്കും തർക്കീഖാണെന്നത് പ്രത്യേകം പറഞ്ഞിട്ടില്ല, സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾ മാത്രമാണ് കുറച്ച് ഉള്ളത് എന്നതുകൊണ്ട്, താരതമ്യേന കുറവായതുകൊണ്ട് അവ പ്രത്യേകം എടുത്തു പറയുന്നു. ഖുലിഖ, ഈ പദത്തിൽ ഖായിന് നിസ്ബിയ തഫ്ഖീം കൊടുക്കണം. 3ാമത്തെ ലെവലിലുള്ള തഫ്ഖീം ദമ്മായതുകൊണ്ട്. ഖാഫിനും തഫ്ഖീമാണ്, പൂർണ്ണമായ തഫ്ഖീം. ഖുലിഖ, ഖുലിഖൽ ഇൻസാനു, അൽ ഇൻസാനു
ഹംസകളൊക്കെ വ്യക്തമാക്കി ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുലിഖൽ ഇൻസാനു എന്ന് പലരും തെറ്റായി പറയും. അങ്ങനെ ഒരിക്കലും പറഞ്ഞു പോകരുത്. ഇൻസാൻ എന്ന് വ്യക്തമാക്കണം. സാക്കിനത്തായ നൂന് ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം. അൽ ഇൻസാനു. മിൻ അജൽ ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. മിൻ അജൽ ശേഷം ഐനാണ് ഹൽക്കിൻ്റെ അക്ഷരമായ ഐന് വന്നു എന്നതുകൊണ്ട്. സഉരീകും ആയാതി അവിടെ ഒരു വാവ് വെറുതെ എഴുതിയതായി കാണാം. അതിന് മുകളിൽ പ്രത്യേകമായ വൃത്താകൃതിയിലുള്ള ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഉച്ചാരണത്തിൽ ആ വാവ് ഉണ്ടാവുകയില്ല എന്ന സൂചനയാണ്. സഉരീകും ആയാതി സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. സഉരീകും ആയാതി ഫലാ തസ്തഅജിലൂൻ എല്ലാ ഹർഫുകളും വ്യക്തമായി മഖ്റജിൽ നിന്നും ഒഴിയണം എന്നതും ശ്രദ്ധിക്കുക. വയഖൂലൂന മതാ ഹാദൽ വഅദ് ഖാഫിനെ തഫ്ഖീം ചെയ്യണം. ദമ്മായതുകൊണ്ട് നിസ്ബിയായ തഫ്ഖീം കൊടുക്കുക. മതാ ഹാദൽ വഅദു ഐനിനെ വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻ കുൻതും ഇവിടെ രണ്ട് ഇഖ്ഫാകളുണ്ട്. സാക്കിനത്തായ നൂൻ ശേഷം കാഫും പിന്നീട് കുൻതും സാക്കിനത്തായ നൂനും ശേഷം താവും ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കണം. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീമുണ്ട്. അതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. സ്വാദിഖീൻ സ്വാദിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. സ്വാ എന്ന് തടിപ്പിച്ച് പറയുക. ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റ അതുകൊണ്ട് സ്വാദിഖീൻ. ഇൻ കുൻതും സ്വാദിഖീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وإذا رآك الذين كفروا إن يتخذونك إلا هزوا أهذا الذي يذكر آلهتكم وهم بذكر الرحمن هم كافرون. خلق الإنسان من عجل سأريكم آياتي فلا تستعجلون. ويقولون متى هذا الوعد إن كنتم صادقين.